ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാടെ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം നാടകമേ ഉലകം നാടകമേ ഉലകം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സാമ്പിൾ വെടിക്കെട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇത് കണ്ടുവേണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വെടിക്കെട്ടിനെ വിലയിരുത്താൻ. വോട്ടർമാരെ പ്രകമ്പനം കൊള്ളിക്കാൻ പുതിയ ചില ഐറ്റങ്ങളുമായി വെടിക്കുറ്റിയിൽ മരുന്ന് നിറച്ച് കാത്തിരിക്കുകയാണ് കേരളത്തിലെ ചില പ്രശസ്തരായ വെടിയാശാന്മാർ. നിലവെടിയും കതിനയും ഗുണ്ടും വർണ്ണമൊരുങ്ങുന്ന രാഷ്ട്രീയ കമ്പപ്പുരകളിലേക്ക് ഏവർക്കും സ്വാഗതം. നാടകമേ ഉലകം നാടകമേ ഉലകം. 5 കൊല്ലം കൂടുമ്പോൾ ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ 2 കരക്കാരും അവരുടെ ഇഷ്ടക്കാരുമാണ് കേരളത്തിൽ ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത് അത്ര എളുപ്പമല്ല. ഉത്സവ നടത്തിപ്പുകാരോടുള്ള വിശ്വാസത ഒരു പ്രധാന ഘടകമാണ്. തൊഴിലാളികൾക്കിടയിൽ വളർന്നു വന്ന പ്രതിഷേധം അത് ശരിയായ നിലയിൽ മനസ്സിലാക്കുന്നതിൽ അവിടുത്തെ ട്രേഡ് യൂണിയൻ സംഘടനക്കും അവിടുത്തെ പാർട്ടിക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതെ, ചിന്തയെന്ന് എഴുതി കാണിച്ചാൽ പോരല്ലോ, ചിന്തിക്കണമെന്നുള്ള ചിന്ത തന്നെ തോന്നി തുടങ്ങണം. സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അണിനിരത്തണമെങ്കിൽ ട്രേഡ് യൂണിയനുകളും അതിൻ്റെ നേതൃത്വവും എല്ലാ അർത്ഥത്തിലും തങ്ങളുടെ സംരക്ഷകരാണെന്ന ബോധ്യം തൊഴിലാളികൾക്കുണ്ടാവണം. അത്തരത്തിൽ ബോധ്യം തൊഴിലാളികളിൽ സൃഷ്ടിക്കുക എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ പുനഃചിന്തനത്തിൻ്റെ അസ്ഥിവാരമെന്ന് ഞാൻ കരുതുന്നു. പുനഃചിന്തനത്തിൻ്റെ അസ്ഥിവാരമെന്ന് ഞാൻ കരുതുന്നു. നല്ല കാര്യം. ചിന്തകന്മാരുടെ ഇടയിൽ മികച്ച ചിന്തകനെന്നുള്ള ഖ്യാതി നേടിയത് തത്വജ്ഞാനിയായ വെള്ളാപ്പള്ളി നടേശനായിരുന്നു. അത് ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, നിഴലിന് വേണ്ടി യുദ്ധം ചെയ്യല്ലേ, SNDP യോഗത്തിന് പാർട്ടി ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യമേ ഇല്ല 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 എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞ്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കിച്ചേ തീരുള്ളൂ, അടിച്ച് BJPയുടെ ഭാഗത്ത് കയറ്റിയേ തീരുള്ളൂ എന്ന് ചിലർക്ക് തോന്നി. ഞങ്ങൾ എന്ത് ചെയ്യും? ആയിരക്കണക്കിന് അനുയായികളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണിത്. ഇന്നൊരു കുറുന്തോട്ട് വൈദ്യൻ, നാളെ ഒരു പോസ്റ്റ്മാൻ, അങ്ങനെ ആർക്കും എതിർക്കാവുന്ന ഒരാളാണ് ഞാനെന്ന് വന്നാൽ പിന്നെ എനിക്ക് എന്താ ഒരു പ്രസക്തി? ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ ഈ അഗ്നിപ്രളയം ഇങ്ങോട്ട് വരുമ്പോൾ പാമ്പും തവളയും എല്ലാം ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ അവർ ഒരു മാളത്തിൽ ചിലപ്പോൾ കയറിയെന്ന് വരികയല്ലേ. ഇവർ അടിച്ചങ്ങനെ കയറ്റണം നിർബന്ധമാണ് അവർക്ക്. ഇതൊരു സന്ദർഭമാണ്. മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഇത് ഞാൻ ഉപയോഗിക്കും. ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയല്ലേ BJP. അവർ തള്ളണമെന്ന് പറയാൻ എനിക്കിന്റെ ഭ്രാന്താണ്. ഞങ്ങളെ സ്നേഹിക്കുന്നവരാരായാലും അവരോട് തീർച്ചയായിട്ടും സ്നേഹം കൊടുക്കുവാനും സ്നേഹം സ്വീകരിക്കുവാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കിച്ചേ തീരുള്ളൂ, അടിച്ച് BJPയുടെ ഭാഗത്ത് കയറ്റിയേ തീരുള്ളൂ എന്ന് ചിലർക്ക് തോന്നി. ഞങ്ങൾ എന്ത് ചെയ്യും? ഇതൊരു സന്ദർഭമാണ്. മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഇത് ഞാൻ ഉപയോഗിക്കും. ചിന്തകൾ പല രീതിയിലാണെങ്കിലും എല്ലാവരും ചിന്തിച്ചെത്തുന്നത് ഒരേ വഴിക്കാണ്. ഇതാ ചില ചിന്താശകലങ്ങൾ. അത് ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, നിഴലിന് വേണ്ടി യുദ്ധം ചെയ്യല്ലേ, SNDP യോഗത്തിന് പാർട്ടി ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യമേ ഇല്ല 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 എന്ന് എത്രയോ പ്രാവശ്യം പറഞ്ഞ്. ഇന്നലെ പ്രഖ്യാപിച്ച നിലപാട് സ്വാഗതാർഹമാണ്. അതാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. പുനഃചിന്തനത്തിൻ്റെ അസ്ഥിവാരമെന്ന് ഞാൻ കരുതുന്നു. വാസ്തവത്തിൽ അങ്ങനെ ഒരു നീക്കങ്ങൾ വേണ്ടി വന്നാൽ ഞങ്ങളുടെ കമ്മിറ്റിയിൽ വെച്ച് പാസ്സാക്കി അങ്ങോട്ട് നീങ്ങാനുള്ള ഒരു നിലപാടിൽ എടുത്താൽ അത് അതിശയിക്കേണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ. അതുമായിട്ട് എതിർത്താം മാനസികമായ ആ നിലപാടുകളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുനഃചിന്തനത്തിൻ്റെ അസ്ഥിവാരമെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ CPM-ഉം കോൺഗ്രസും അവരോടൊപ്പം നിൽക്കുന്നവരും ഒഴിച്ചുള്ള എല്ലാവരുമായിട്ട് ധാരണ ഉണ്ടാക്കാൻ തയ്യാറാണ്. തോറ്റു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ളവർക്ക് ഈ നിയോജകമണ്ഡലത്തിൽ പല നല്ല കർമ്മപരിപാടികളും ചെയ്യാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ഈ ആവശ്യങ്ങൾക്കായി തെരഞ്ഞെടുപ്പിൽ ഞാൻ മനഃപൂർവ്വം തോറ്റു കൊടുക്കുന്നതാണ്. SNDP ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവരുമായിട്ട് ധാരണ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും വളരെ താല്പര്യമുണ്ടാവും. കേരള കോൺഗ്രസിന് സഹായമേ ഉള്ളൂ.
ആരൊരു പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചാലും ഇപ്പോൾ അവർ ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചാലും നമുക്ക് സഖ്യമാകാമല്ലോ. ഒരു കക്ഷിക്ക് ഇവിടെ ഭൂരിപക്ഷം ഇല്ല. കേരളത്തിൽ ഒറ്റയ്ക്ക് ഒരു കക്ഷിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. അതുകൊണ്ടാണല്ലോ എല്ലാവരും കൂട്ടുകക്ഷിയായിട്ട് നിൽക്കുന്നത്. കാലാകാലങ്ങളിൽ പുതിയ പുതിയ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടാകട്ടെ. വളരെ സൗഹാർദ്ദതയോടുകൂടി ഒരു പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ, നയങ്ങളുടെയും പരിപാടികളുടെ അടിസ്ഥാനത്തിൽ യോജിച്ച് നിൽക്കുന്ന കക്ഷികളുമായി വിശാല മുന്നണികൾ ഉണ്ടാക്കാം. കാണാൻ പോണ പൂരത്തെ പറ്റി ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. അതൊരു രാഷ്ട്രീയ സസ്പെൻസ് ആയിരിക്കട്ടെ. ഞങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന വളർച്ചയ്ക്ക് അനുസരിച്ച്, ഞങ്ങളുടെ ശക്തിക്കനുസരിച്ച്, എന്നാൽ ഞങ്ങൾ അന്യായമൊന്നുമില്ല, ന്യായമായ നിലയിൽ, വ്യവസ്ഥാപിതമായ നിലയിൽ ഞങ്ങൾ സീറ്റുകൾ നെഗോഷിയേറ്റ് ചെയ്യും. ഞാനൊരു പൊളിറ്റിക്കൽ ചാണക്യനാണ്. നയപരമായ എന്റെ ദൗത്യങ്ങൾക്ക് ശേഷമേ കർമ്മപരിപാടിയിലേക്ക് തിരിയൂ. വീഴ്ചകൾ ഉണ്ടാകണം, എന്നാലേ പലതും പഠിക്കാൻ പറ്റൂ. പഠിക്കാൻ വേണ്ടി മനഃപൂർവ്വം വീഴുന്നവരുമുണ്ട്. അക്കൂട്ടത്തിൽ വിരുദ്ധനായ വീഴ്ചക്കാരനാണ് ബാലകൃഷ്ണപിള്ള. ഗണപതിയുടെ തിരുനാമ പിള്ള ഗണപതി ഖഗവും മൃഗവും അല്ലാത്ത പരുവത്തിലാണ് ഇപ്പൊ കേരള കോൺഗ്രസ് പിയുടെ നിപ്പ്. ഞങ്ങൾക്ക് MLA ഉണ്ട്, മന്ത്രിയില്ല. തിരുമകനായി നീ കാവലിനായി തിരുനരുളും സമയത്തിൽ നിന്നെ പറഞ്ഞു വിട്ട. ഞങ്ങൾക്ക് MLA ഉണ്ട്, മന്ത്രിയില്ല. ഞങ്ങൾക്ക് MLA ഉണ്ട്, മന്ത്രിയില്ല. അടുത്ത പ്രാവശ്യം പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ പോലും ഇരിക്കാൻ പോകുന്നില്ല ഇന്നത്തെ ഈ പോക്ക് പോയാൽ. ഈ പാർട്ടിയിൽ അവശേഷിക്കുന്നവരെന്ന് പറഞ്ഞാൽ കുറേ ആശ്രിതരും കുറേ ബന്ധുക്കാരും മാത്രമേ. പാർട്ടി പ്രവർത്തകരായിട്ടൊന്നുമില്ല. എൽഡിഎഫുകാർ തന്നെ അവരുടെ കമ്മിറ്റി ചോദിക്കുന്നത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ധാരണ ഉണ്ടാക്കി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്താൽ ആര് മത്സരിക്കാൻ? ഈ പറയുന്ന മുഴുവൻ ആളുകളെയും 4 കൊല്ലം മുമ്പ് കേരള കോൺഗ്രസ് പുറത്താക്കിയവരാ. ആ ആളുകളാണ് ഇപ്പൊ പോയത്. കാൽ കാശിന്റെ വില ഈ പോയ പല ആളുകൾക്കുമില്ല. ഏതൊരു വ്യക്തിയെ അഴിമതിക്കാരനെന്ന് പറഞ്ഞ് CPM നേതൃത്വം അടച്ചാക്ഷേപിച്ചിരുന്നുവോ, അദ്ദേഹത്തെ ജയിലടയ്ക്കാൻ പരിശ്രമിച്ചുവോ, CPMന്റെ കൂരക്കീഴിലേക്ക്, അവരിലേക്ക് രാഷ്ട്രീയ അഭയാർത്ഥിയായി അവരൊക്കെ പോയി എന്നുള്ളത് അതിന് യാതൊരു നീതീകരണവുമില്ല. ഈ പാർട്ടിയിൽ അവശേഷിക്കുന്നവരെന്ന് പറഞ്ഞാൽ കുറേ ആശ്രിതരും കുറേ ബന്ധുക്കാരും മാത്രമേ. പാർട്ടി പ്രവർത്തകരായിട്ടൊന്നുമില്ല. ശരിയാണ്. പിള്ളയ്ക്കൊപ്പം നിന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ബിജേഷ് എബ്രഹാം കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് ചാടിയത്. ഇവിടെ നിന്നാൽ മിനിമം കൂലിയെങ്കിലും ഉറപ്പാണല്ലോ. ഇലക്ഷന് മുമ്പ് പാർട്ടിയെ ഒന്ന് പുനഃസംഘടിപ്പിച്ച് അടങ്ങൂ എന്ന വാശിയിലായിരുന്നു സുധീരൻ. ചാടി വന്നവരൊക്കെ ഹൃദയം തുറന്ന് സ്വീകരിച്ചു. പലരും പല വെടികളും പൊട്ടിക്കും. ആ വെടികളൊക്കെ നിഷ്പ്രഭമാക്കി മെയിൻ ആശാൻ ഒരു കതിന പൊട്ടിക്കും. അതിൽ എല്ലാം നിഷ്പ്രഭമാകും. കൺസ്യൂമർ ഫെഡിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. ഹിതകരമല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ചിലർ നിർബന്ധിച്ചിട്ടുണ്ട്. ഞാനത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവരോട് വളരെ സതുദ്ദേശപരമായി പറഞ്ഞിട്ടുമുണ്ട്. കൺസ്യൂമർ ഫെഡിന്റെ കാര്യത്തിൽ ഒരു കാര്യമേ പറയുന്നുള്ളൂ. അവിടെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം. അന്വേഷിക്കുന്നതിന് മുമ്പ് വിധി എഴുതുന്നത് ശരിയല്ല. പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സോണിയാജിയുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. മോൾത്തട്ടിലൊന്നും ഇടപെടൽ അധികം ഉദ്ദേശിക്കുന്നില്ല.
ജോയ് തോമസിനെ മാറ്റിയാൽ ആത്യന്തികമായി അത് സുധീര ജയമായി ചരിത്രം വാഴ്ത്തും. അങ്ങനെ ആരും ആളാകാൻ പാടില്ല. ഇതുവരെ അതിന് അവസരമുണ്ടാക്കിയിട്ടുമില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാകാനും സമ്മതിക്കില്ല. ഉമ്മച്ചൻ കഥന പൊട്ടിച്ചു. കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയെ തന്നെ തെറിപ്പിച്ചു. ആ പിരിച്ചുവിടൽ നടപടി സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ശരിയായ ദിശയിലുള്ള നടപടിയാണ്. അഴിമതി ആരോപണങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. ഈ കാര്യത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകും. വിജിലൻസിന്റെ ശക്തമായ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്തതൊരു പ്രഹസനമാണ്. കൺസ്യൂമർ ഫെഡ് ചെയർമാനെ സ്ഥാനത്ത് പുറത്താക്കി ഒരു ഉന്നതതല അന്വേഷണം വേണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെട്ടത്. KPC പ്രസിഡന്റ് VM സുധീരനും അതാണ് ആവശ്യപ്പെട്ടത്. അതിന് ചെയ്യാതെ ആരോപണ വിധേയനായിട്ടുള്ള ചെയർമാനെയും മറ്റും സംരക്ഷിക്കാനാണ് ഇപ്പോഴും സഹകരണ വകുപ്പ് മന്ത്രിയും മറ്റും ചെയ്യുന്നത്. എന്റെ രക്തത്തിൽ കോൺഗ്രസ്, അതിൽ യാതൊരു മാറ്റമില്ല. എന്റെ രക്തത്തിൽ കോൺഗ്രസ്, അതിൽ യാതൊരു മാറ്റമില്ല. അഴിമതി ആരോപണങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. ഈ കാര്യത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകും. വിജിലൻസിന്റെ ശക്തമായ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ഇത്തരം തീരുമാനങ്ങൾ സർക്കാരിന്റെ യശസ് ഉയർത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഗുരുതരമായ ഒരു അഴിമതി ആരോപണമായിട്ട് അത് ഉയർന്നു വന്നിരിക്കുകയാണ്. അതിൽ തീർച്ചയായിട്ടും അതിന്റെ ഡയറക്ടർ ബോർഡിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തി സമഗ്രമായ ഒരു വിജിലൻസ് അന്വേഷണം, വളരെ വിശ്വാസ്യതയോടുകൂടിയ ഒരു വിജിലൻസ് അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഓടുന്ന ഡോഗിന് ഒരു മുഴം മുൻപേ എറിയണമെന്ന് ഉമ്മച്ചനാശാൻ അറിയാം. ഏറെ കൃത്യമായി കൊള്ളുകയും ചെയ്യും. ഇതുവരെ ഉന്നം തെറ്റിയിട്ടില്ല. അത്രയ്ക്ക് ഭയങ്കരനായ ഇദ്ദേഹം വെറും ഉമ്മൻചാണ്ടിയല്ല, ഉന്നൻചാണ്ടിയാണ്. ഞാനൊരു പൊളിറ്റിക്കൽ ചാണക്യനാണ്. നയപരമായ എന്റെ ദൗത്യങ്ങൾക്ക് ശേഷമേ കർമ്മപരിപാടിയിലേക്ക് തിരിയൂ. പാർട്ടിക്കാരുടെ പല കല്യാണ പാർട്ടികളും വളരെ ആഡംബരത്തോടെയാണ് നടന്നിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു ബേബി സഖാവിൻ്റെ മകൻ്റെ കല്യാണം. ഒട്ടേറെ പുതുമകൾ കൊണ്ട് ശ്രദ്ധേയമായ ഒരു കമ്മ്യൂണിസ്റ്റ് കല്യാണം. ആഡംബരമില്ല, മുഹൂർത്തമില്ല, 56 കൂട്ടം കറികളോടുകൂടിയ സദ്യയില്ല, സ്വർണമില്ല, കല്യാണമണ്ഡപമില്ല, തികച്ചും വ്യത്യസ്തമായ കല്യാണം. സ്വാഭാവികമായി ഈ കല്യാണം ഒരു ആൽബമായി പുറത്തിറങ്ങിയാൽ എങ്ങനെയുണ്ടാകും? പതിവ് കല്യാണ ആൽബം കാണുന്നതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടായിരിക്കും അത് എഡിറ്റ് ചെയ്ത് പുറത്തിറക്കുക. ഒരു ഭാവന കല്യാണ ആൽബം. നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ. അത് 100% ഞാൻ ഉറപ്പ് തരുന്നു. എന്നാ താങ്ക് യു. റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട്. കല്യാണത്തിന് ആർഭാടങ്ങളൊന്നും പാടില്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. ഞാനൊരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും.
പരിപ്പോടെ എവിടെയോ? ഇന്ന് പരിപ്പോടെ ഉണ്ടാക്കില്ല സാർ. പരിപ്പോടെ ഉണ്ടാക്കിയില്ലേ? പരിപ്പോടെയും ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം തനിക്ക് അറിഞ്ഞൂടെ? എടുക്ക പോയി പരിപ്പോടെ ഉണ്ടാക്കി കൊണ്ടുവരാ. നാടകമേ ഉലകം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ ഗുഡ് ബൈ. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാണെ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം. നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും. നാടകമേ ഉലകം. മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി തിക്കി ഛായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടെ താക്കും ചട്ടം. നാടകമേ ഉലകം.